ലഹരി ഇടപാടുകളിൽ നിന്ന് പിന്തിരിയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. സർക്കാർ നിങ്ങൾക്ക് പിന്നാലെയുണ്ട്. പെരുമ്പാവൂരിൽ തടിച്ചുകൂടിയ ഇതര സംസ്ഥാന തൊഴിലാളികളെ സാക്ഷി നിർത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹിന്ദിയിലുള്ള സ്റ്റൈലൻ പ്രസംഗമായിരുന്നു ചെന്നിത്തലയുടേത്. ലഹരിക്കെതിരെ നടത്തിയ റാലിക്ക് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർ മൈക്കെടുത്ത് ഹിന്ദിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മൈക്ക് ആഭ്യന്തരമന്ത്രി പിടിച്ചുവാങ്ങിയത്. അമ്പരന്ന് പോലീസുകാർ നിന്നപ്പോഴാണ് സ്റ്റൈലൻ വാക്കുകൾ കൊണ്ട് ചെന്നിത്തല ഇതര സംസ്ഥാന തൊഴിലാളികളെ അമ്പരപ്പിച്ചുകൊണ്ട് ഹിന്ദിയിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയത്. ഏഷ്യയിലെ പ്ലൈവുഡ് ക്യാപിറ്റലാണ് പെരുമ്പാവൂരെന്നും ഓപ്പറേഷൻ തൂഫാനിലൂടെ ആ പേര് തിരിച്ചു പിടിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ലഹരി മാഫിയയെ വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ട് ആഭ്യന്തര വകുപ്പും കേരള പോലീസും സംയുക്തമായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച തൂഫാൻ ജാഗരൺ മഹാറാലിയിലാണ് ചെന്നിത്തല താരമായത്. പെരുമ്പാവൂർ ലഹരിയുടെ തലസ്ഥാനമെന്ന കുപ്രസിദ്ധിയിലേക്ക് മാറുന്നത് തടയുമെന്നും ലഹരി വ്യാപനത്തിൽ അതിഥി തൊഴിലാളികളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും ചില മലയാളികൾക്കും ഇതിൽ പങ്കുണ്ടെന്നും മന്ത്രി തുറന്നടിച്ചിട്ടുണ്ട്. ലഹരി വിൽപ്പന നിർത്തിയില്ലെങ്കിൽ കുറ്റവാളികൾക്ക് പിടിവീഴുമെന്നും മരണത്തിന്റെ വ്യാപാരികളെ കർശനമായി നിലയ്ക്ക് നിർത്തുമെന്നും അദ്ദേഹം ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിന്റെ ഭാഗമായി ലഹരി വേട്ട കൂടുതൽ ശക്തമാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് നേതൃത്വം നൽകുന്ന പ്രത്യേക സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദൗത്യത്തിനായി കൂടുതൽ വാഹനങ്ങളും ജീവനക്കാരും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസ് സേനയ്ക്ക് ഒരുക്കും. കൂടാതെ അന്തർ സംസ്ഥാന ലഹരി ശൃംഖലകളെ തകർക്കാൻ കേരളം, കർണാടക, തമിഴ്നാട്, തെലങ്കാന, പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ സംയുക്ത യോഗം ഉടൻ വിളിച്ചു ചേർക്കുമെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. പരസ്പരമുള്ള ഇന്റലിജൻസ് ഷെയറിംഗ് ഈ കാര്യത്തിൽ വളരെ ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. അതിനു വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസികൾ എല്ലാവരെയും, മറൈൻ പോലീസ്, അതോടൊപ്പം തന്നെ ഇന്റലിജൻസ്, കസ്റ്റംസ്, CRPF ഉൾപ്പെടെയുള്ള ആന്റി നർക്കോട്ടിക് ബ്യൂറോ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ചു. ഞാനും പങ്കെടുത്തതാണ്. അവരുടെ എല്ലാ സഹായം നമുക്കിതിൽ ലഭിക്കുകയാണ്. പെരുമ്പാവൂർ ലഹരി ക്യാപിറ്റൽ എന്ന കുപ്രസിദ്ധി മാറണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പവിത്രവും മനോഹരവുമായ സ്ഥലമാണിവിടെ. തന്നെയുമല്ല, ബുദ്ധിശാലികളായ ജനങ്ങൾ താമസിക്കുന്ന ഒരു നാടാണ് പെരുമ്പാവൂർ. പെരുമ്പാവൂരിൽ ലഹരി ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ഒരുപക്ഷെ അതിഥി തൊഴിലാളികളാകാം. പക്ഷേ വ്യാപനം നടത്തുന്ന അവർ മാത്രമല്ല, മലയാളികളുമുണ്ട്. തൊഴിലാളികളെ മറയാക്കി പ്രവർത്തിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ കാണാതെ കടന്നു പോകുന്നത്. അവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരെ ഇതിന് ഉപയോഗിക്കുന്ന ആളുകൾ വലിയ ബുദ്ധിശാലികളായ ആളുകളാണ്. ഇവരിപ്പോൾ നമ്മൾ ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയ ശേഷം ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി അല്പം നിശബ്ദമാണ്. വലിയ ബുദ്ധിമാന്മാരാണിവർ. അവരിപ്പോൾ ചെയ്തിരുന്നത് ഇത് പോലീസിൻ്റെ ഒരു ആരംഭ ശൂരത്വമാണ്. 1 മാസം 2 മാസം കഴിഞ്ഞാൽ വീണ്ടും പഴയപടിയാകും. അപ്പോൾ നമുക്ക് വ്യവസായവും വ്യാപാരവും തുടങ്ങാം എന്ന് കരുതി ഇപ്പോൾ ഒളിച്ചിരിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഈ പണി നിർത്തിയില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ കൈകളിൽ വിലങ്ങ് വീഴും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പൊളിച്ചെഴുതണം നമുക്ക് പെരുമ്പാവൂരിന് ദുഷ്പേര്. ഈ നാടിൻ്റെ മഹിമയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ ഞാൻ DGPയുമായി സംസാരിച്ചു. ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കേരളത്തിൽ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. ഇതിനു വേണ്ടി മാത്രം നേരത്തെ തന്നെ പോലീസിൽ നർക്കോട്ടിക് DYSP ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. അവരാരും ഒന്നും ചെയ്തില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ അവരുണ്ട്. ഞങ്ങൾ ആ സിസ്റ്റത്തെ ഒന്ന് മാറ്റാൻ പോവുകയാണ്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഫോർ ഓപ്പറേഷൻ തുഫാൻ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യാനുസരണമുള്ള വാഹനങ്ങൾ, ആവശ്യാനുസരണമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ നർക്കോട്ടിക്കിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഓപ്പറേഷൻ തുഫാനോടൊപ്പം നിർത്താൻ അവരെ നിയമിക്കാൻ നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പരിപാടി നടന്നുകൊണ്ട് മാത്രം ഈ ലഹരി വ്യാപനം പൂർണ്ണമായി നിർത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തുടർ പ്രക്രിയയാണ്. ഈ പ്രക്രിയയ്ക്ക് ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായം ഉണ്ടാകണം, MLAമാരും MPമാരുടെ ഞാൻ എല്ലാവർക്കും കത്തയച്ചിട്ടുണ്ട്. ഇപ്പോൾ 140 MLAമാരും രാഷ്ട്രീയം മറന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടിയോടെ ലഹരി ശൃംഖല തകർത്തിട്ട് മാത്രമേ
കേരള പോലീസ് പിൻവാങ്ങേ ഉള്ളൂ എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഈ മരണത്തിൻ്റെ വ്യാപാരികളെ നമ്മൾ നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഇവിടെ അമ്മമാർ തങ്ങളുടെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കി കരയുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ലഹരിക്കടിമയായ ഭർത്താവിൻ്റെ പീഡനം ഈ കേരളത്തിൽ ഒരു സ്ത്രീയും അനുഭവിക്കാൻ പാടില്ല. ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ അധ്യാപകരെ കബളിപ്പിച്ച് ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇവിടുത്തെ പെൺകുട്ടികൾ ഭയരഹിതമായി കേരളത്തിൻ്റെ തെരുവീഥികളിലൂടെ നടക്കാനുള്ള അവരുടെ അവകാശം ഞങ്ങൾ പുനഃസ്ഥാപിക്കും. അതുകൊണ്ട് തലയിലൊരു സ്വർണ്ണക്കുടവുമായി ഏതൊരു അമ്മയ്ക്കും ഏതൊരു സഹോദരിക്കും നിർഭയമായി കേരളത്തിൻ്റെ തെരുവീഥികളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കും. വ്യാപാരികൾക്ക് മാന്യമായ ഭയരഹിതമായി വ്യവസായവും വ്യാപാരവും നടത്താനുള്ള അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കും. ഇവിടെ വികസനം വരണം, വ്യവസായങ്ങൾ വളരണം, ടൂറിസം അഭിവൃദ്ധി പ്രാപിക്കണം. ഇതിനൊക്കെ ആവശ്യം ലഹരിയുടെ വേരറക്കുക എന്നുള്ളത് തന്നെയാണ്. പെരുമ്പാവൂരിൽ പോലീസിന്റെ ശ്രദ്ധയുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വേണമെന്ന് MLAയും മുനിസിപ്പൽ ചെയർമാനും പറഞ്ഞു. ഇവിടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ നിയമിക്കാൻ എന്ന കാര്യം DGP ഇവിടെ പറയും. വ്യാപാരം നടത്തുന്നവർക്ക് ജീവിതം നഷ്ടപ്പെടും എന്നോർക്കണം. നിങ്ങൾക്കുള്ള ശിക്ഷ നരകത്തിൽ മരണത്തിന് ശേഷമായിരിക്കില്ല, ഇവിടെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതുണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ലഹരി വിപണനത്തിൻ്റെ ശൃംഖല മുഴുവൻ കേരള പോലീസിൻ്റെ കയ്യിൽ അതിൻ്റെ മുഴുവൻ റെക്കോർഡുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. എല്ലാ ഇന്റലിജൻസ് വിഭാഗം ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ, ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. പെരുമ്പാവൂരിൽ നിന്നാണ് 18 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചത്. അതും ASP താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ മുകളിലത്തെ ഒരു ഫ്ലാറ്റ് എടുത്ത്, അതിനേക്കാൾ വലിയ സുരക്ഷിത സ്ഥലം കണ്ടെത്താനില്ലല്ലോ. അതിൻ്റെ മുകളിൽ താമസിച്ചുകൊണ്ട് ഈ കച്ചവടം നടത്താൻ ആഗ്രഹിച്ചു.